ഓക്കെ, നമ്മൾ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ സെക്കൻഡ് ചാപ്റ്റർ ഫ്രം ട്രേഡ് ടു ടെറിട്ടറി. ഓക്കെ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എങ്ങനെയാണ് അധികാരം സ്ഥാപിച്ചത്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അറിയാം മുഗൾ എംപയറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അവസാനത്തെ രാജാവായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഹെഡായിരുന്നു ഔറംഗസീബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം ഗവർണേഴ്സ് അതല്ലെങ്കിൽ സമീന്ദാസ് അവരവിടുത്തെ റീജിയണൽ റൂള് ഏറ്റെടുക്കുകയും അത് പതിയെ പതിയെ ഓരോ ആളുകളെയായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലക്കെടുത്ത് അവർ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വരുന്നത് ട്രേഡിന് വേണ്ടിയായിരുന്നു, അല്ലേ? കച്ചവടത്തിന് വേണ്ടി വരുന്ന ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ബ്രിട്ടീഷുകാർ എന്താണ് ഇവിടുത്തെ അധികാരത്തിലേക്ക് പതിയെ പതിയെ കയറി ചെന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് എന്താണ്? ബഹദൂർ ഷാ രണ്ടാമനെയും അദ്ദേഹത്തിൻ്റെ മകനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഔറംഗസീബിൻ്റെ മരണത്തോട് ശേഷം, അതായത് 18th സെഞ്ച്വറിയോടുകൂടി തന്നെ ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം അവിടെ ഉണ്ടായ റൂളറായിരുന്നു ബഹദൂർ ഷാ എന്ന് പറയുന്നത്. ഈ ബഹദൂർ ഷാ സഫറിൻ്റെ റൂള് എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ ശക്തനായ ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല. പക്ഷെ സിംബോളിക്കലി അവിടുത്തെ മുഗൾ എംപയർ ആരായിരുന്നു? ഈ ബഹദൂർ ഷാ ആയിരുന്നു. ഓക്കെ, അപ്പോൾ യുദ്ധത്തിന് ശേഷം 1857 മാസീവ് റിബല്യൻ, അല്ലേ, നമ്മൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം, ഓക്കെ, സോൾജിയേഴ്സ് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആ 1857 റിബല്യൻ എന്താണ്? ആ സമയത്ത് നാച്ചുറലി ലീഡർ ആരായിരുന്നു? ഈ ബഹദൂർ ഷാ ആയിരുന്നു. ഓക്കെ, അതിന് ശേഷം ബ്രിട്ടീഷുകാർ ആ ഒരു റിബല്യനെ അടിച്ചമർത്തുകയും ആ സമയത്തെ മുഗൾ റൂളറായിരുന്ന ബഹദൂർ ഷാനെയും അദ്ദേഹത്തിൻ്റെ മകനെയും അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെ ആ രാജ്യാധികാരത്തിൽ നിന്നും മാറ്റുകയും അദ്ദേഹത്തിൻ്റെ മകനെ കൊല്ലുകയും ചെയ്തു. ഓക്കെ ആണല്ലോ? എന്താണ്? ആഫ്റ്റർ ഔറംഗസീബ് there was no powerful Mughal ruler, but Mughal emperor continued to be symbolically important. In fact, when a massive rebellion against British rule broke out in 1857, Bahadur Shah Zafar, the Mughal emperor at that time, was seen as the natural leader. Once the revolt was put down by the company, Bahadur Shah Zafar was forced to leave the kingdom and his son was shot to cold blood. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മരണം വധിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്, എന്തിനു വേണ്ടിയാണ് വരുന്നത്, അത് നമ്മൾക്ക് ആദ്യം നോക്കാം. ഓക്കെ, അതായത് ടോട്ടലി വേൾഡിലുള്ള ട്രേഡിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും ട്രേഡിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ തോറും യാത്ര ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് 2 തരത്തിലുള്ള റൂട്ടുകളാണ് അന്ന് നിലനിന്നിരുന്നത്. വിയ ലാൻഡ് ആൻഡ് ദെൻ വിയ സീ. ഓക്കെ, ലാൻഡിലൂടെ പോകുന്ന കരമാർഗത്തിലൂടെയുള്ളതിനെ നമ്മൾ സിൽക്ക് റൂട്ട് എന്നും, കടൽ മാർഗത്തിലൂടെ ഓഷ്യൻസിലൂടെ പോകുന്നതിനെ നമ്മൾ സ്പൈസ് റൂട്ട് എന്നും പറയും. ഓഷ്യൻസിലൂടെ ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്കുള്ള വഴി. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പോൾ ഗോവ അതൊക്കെയായിരുന്നു, ബോംബെ അതൊക്കെയായിരുന്നു ആ സമയത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പോർട്ടുകൾ. ഓക്കെ, സീ വഴി കടൽ മാർഗം ആകുമ്പോൾ പോർട്ടുകൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ 1600 കൂടി എന്തു ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന ക്യൂൻ എലിസബത്തിൻ്റെ കയ്യിൽ നിന്നും റോയൽ ചാർട്ടർ കൈവാങ്ങി. അതായത് എന്തായിരുന്നു? ഈസ്റ്റിലേക്ക് യാത്ര ചെയ്യാം, ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തിട്ട് ട്രേഡ് വിപുലീകരിക്കുക, എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡിന് വേണ്ടിയിട്ട് ഈസ്റ്റിൽ ഉള്ള രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ള ഒരു ചാർട്ടർ കൈവാങ്ങി. പുതിയ രാജ്യങ്ങളിലേക്ക് ട്രേഡ് വിപുലീകരിക്കുന്നത് ടു
ബൈ ഗുഡ്സ് അറ്റ് എ ചീപ്പ് പ്രൈസ്, വില കുറച്ച് ഗുഡ്സ് കിട്ടാനും എന്നിട്ട് യൂറോപ്പിൽ കൊണ്ടുചെന്ന് അതിന് ഹയർ പ്രൈസസിന് വിൽക്കാനും. ആൻഡ് ടു സെൽ അറ്റ് ഹയർ പ്രൈസസ്. ഓക്കെ, അപ്പോൾ അതിന് നേതൃത്വം നൽകിയ കമ്പനിയിലെ ആദ്യമായിരുന്നു ഈ മെർക്കാൻറ്റൈൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അവർക്ക് ആ സമയത്ത് ഈ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നില്ല. കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അവരതിനെ മറികടന്ന് അവർക്ക് വേണ്ടതായ മെറ്റീരിയൽസ് ചീപ്പ് റേറ്റിൽ കളക്ട് ചെയ്യുകയും ഹൈ റേറ്റിൽ സെല്ല് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഈ റോയൽ ചാർട്ടർ കൈവന്നതോട് കൂടിയിട്ട് എന്താണ്, ഇവർ എല്ലാ രാജ്യങ്ങളിലേക്കും പോകാൻ തുടങ്ങി. ഓക്കെ, ഈസ്റ്റേൺ മാർക്കറ്റുകളിലൊക്കെ. പക്ഷെ എന്താണ്, ഇവർക്കുള്ള പോലെ തന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനും ആ മാർക്കറ്റുകളിൽ ഒരു സ്വാധീനമുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫസ്റ്റ് ഇംഗ്ലീഷ് ഷിപ്പ് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക കടന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്ന് ഇന്ത്യൻ ഓഷ്യൻ വഴി നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത്. ഇന്ത്യയിൽ അവർ 18th സെഞ്ച്വറിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആരെത്തിയിരുന്നു? പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും എല്ലാം എത്തിയിരുന്നു. ആരായിരുന്നു പോർച്ചുഗീസ് എക്സ്പ്ലോറർ? അപ്പോൾ യു ആർ ഫെമിലിയർ വിത്ത് ഹിം അല്ലേ? 1498 നമ്മുടെ പോർച്ചുഗീസ് സെയിലറായിരുന്ന വാസ്കോ ഡ ഗാമ അല്ലേ? ദെൻ 17th സെഞ്ച്വറിയോടുകൂടി ഡച്ചുകാർ വന്നിരുന്നു അല്ലേ? പിന്നെ ഫ്രഞ്ചുകാരുണ്ടായിരുന്നു. ഇവരെല്ലാം ബ്രിട്ടീഷുകാർക്ക് മുൻപ് തന്നെ ഇന്ത്യയുമായി ട്രേഡ് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്തിരുന്നു. ഓക്കെ, the problem was that all the companies were interested in buying the same things. എന്താണ്, എല്ലാ രാജ്യത്തിലുള്ളവർക്കും ഇന്ത്യയിൽ നിന്ന് വേണ്ടത് എന്തായിരുന്നു? സെയിം സാധനങ്ങളായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു അത്? ദ ഫൈൻ ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഹാഡ് എ ബിഗ് മാർക്കറ്റ് ഇൻ യൂറോപ്പ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ, സിൽക്കിനെല്ലാം യൂറോപ്പിൽ വലിയ കച്ചവട സാധ്യതകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ പെപ്പർ അല്ലേ, സ്പൈസസ്. എന്തൊക്കെയാണ് സ്പൈസസ്? കാഡമം, പെപ്പർ, ക്ലൗ, സിനമൺ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് തുടങ്ങിയ സ്പൈസസിനും യൂറോപ്പിൽ വളരെ ഡിമാൻഡായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തിന് വഴിയൊരുക്കി? നല്ല ഒരു കോമ്പറ്റീഷന് തന്നെ വഴിയൊരുക്കി. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായും മാർക്കറ്റുകളിൽ സ്പൈസിൻ്റെ വില കൂടും. ഇന്ത്യൻ മാർക്കറ്റുകളിൽ സ്പൈസസിൻ്റെ വില കൂടും. അപ്പോൾ എന്താണ്, അവർക്കത് പർച്ചേസ് ചെയ്യാനും അതിൽ നിന്ന് നേടുന്ന പ്രോഫിറ്റും അവർക്കവിടെ കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ ആ കോമ്പറ്റീഷൻ അവിടെ നിന്നും ഒഴിവാക്കണം അല്ലേ? അങ്ങനെ ട്രേഡിംഗ് കമ്പനികൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്കത് വഴിതിരിച്ചു. ഓക്കെ, അത് എന്തൊക്കെയായിരിക്കാം ആ യുദ്ധത്തിൻ്റെ മാർഗങ്ങൾ? അവർ പരസ്പരം ഷിപ്പുകൾ തടയാനും അവരുടെ റൂട്ടുകൾ തടയുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയുമായുള്ള ട്രേഡ് റിലേഷൻ മറ്റുള്ള കമ്പനികളിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഓക്കെ, ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. അതിനുശേഷം ആ യുദ്ധത്തിനൊക്കെ ശേഷം അവർ എങ്ങനെയാണ് ബംഗാളിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ബംഗാളിലെ ഹൂഗ്ലി നദിയുടെ തീരത്ത് 1651 എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഒരു ഫാക്ടറി സ്ഥാപിച്ചു. അതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഫാക്ടറി. ഓക്കെ, എന്നിട്ട് ആ ഫാക്ടറിയിലെ ജോലിക്ക് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടും അതിന് ചുറ്റും ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റുകൾ അവർ തുടങ്ങി. അതായത് അവർ താമസ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 1696 ആകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു? ദേ ബിഗാൻ ടു ബിൽഡ് എ ഫോർട്ട് അറൗണ്ട് ദ സെറ്റിൽമെൻറ്റ്. അവർ ആ താമസ സൗകര്യം ഉണ്ടാക്കിയതിന് ചുറ്റും ഒരു കോട്ട ഉണ്ടാക്കി. അതായത് അത് അവരുടെ ഏരിയയായി അവർ കണക്കാക്കി. ആഫ്റ്റർ 2 years എന്താണ്? ദേ ബ്രൈവ്ഡ് മുഗൾ ഒഫീഷ്യൽസ്.
എന്താണ്, അതായത് അവിടെ സമീന്ദാസ് അതുപോലെയുള്ള മുഗൾ രാജാക്കന്മാരുടെ ഒഫീഷ്യൽസിനെ അവർ ബ്രൈബ് ചെയ്തു. ബ്രൈബ് ചെയ്യുക മീൻസ് പൈസ കൊടുത്ത് അവരുടെ ഭാഗത്തേക്കാക്കി. എന്നിട്ട് അവരുടെ 1-2 ഗ്രാമങ്ങൾ അങ്ങനെയൊക്കെ അതോറിറ്റി ഉള്ളവരാണ് ഈ സമീന്ദാസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെ ഇവരുടെ സൈഡിലേക്ക് ആക്കുമ്പോൾ ആ വില്ലേജുകൾ എന്താവും, ഈ ബ്രിട്ടീഷ് ഓഫീഷ്യൽസിന് കീഴിലാവുന്ന രീതിയിലേക്ക് മാറ്റി. ഓക്കെ, അതിലെ ഒരു ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അതിൽ ഒന്നായിരുന്നു നമ്മൾ ഇന്ന് കൊൽക്കത്ത എന്നറിയപ്പെടുന്ന കൽക്കത്ത. ഓക്കെ, എന്താണ്, ദെൻ ഔറംഗസീബ് ഒരു ഫാർമാൻ എന്നുള്ള ഒരു ഇത് ഇഷ്യൂ ചെയ്തു. എന്താണ്, മുഗൾ എംപറായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട്. ഈ ഫോർമാൻ എന്തിനാണ്, ടു ഗ്രാൻഡിങ് ദ കമ്പനി റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ, അതായത് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ട് കമ്പനിക്ക് ഇന്ത്യയിൽ ട്രേഡ് നടത്താം എന്നുള്ള ഒരു ചാർട്ടർ അവരെ കൊണ്ട്, ഔറംഗസീബിനെ കൊണ്ട് പുറപ്പെടുവിപ്പിച്ചു. ചാർട്ടറിനെ അവർ മിസ്യൂസ് ചെയ്യാണ് ചെയ്തത്. അവരെന്ത് ചെയ്തു, ആൻഡ് മോർ കൺസെഷൻസ് ആൻഡ് മാനിപ്പുലേറ്റ് ദ എക്സിസ്റ്റിംഗ് പ്രിവിലേജസ്, ആ നിലനിൽക്കുന്ന പ്രിവിലേജുകളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയും അവർ പ്രൈവറ്റ് ട്രേഡിന് പോലും ഡ്യൂട്ടി പേ ചെയ്യാതിരിക്കുകയും ചെയ്തു. ഓക്കെ, ഇത്തരത്തിലുള്ള പേ കുറയ്ക്കുമ്പോൾ എന്താണ്, ട്രേഡിനുള്ള പേകളൊന്നും ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ബംഗാളിലേക്കുള്ള റവന്യൂ വരുമാനം കുറയും. ഓക്കെ, there goes an enormous loss of revenue for Bengal. ദെൻ ട്രേഡ് എങ്ങനെയാണ് ബാറ്റിലായി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, 18th സെഞ്ച്വറിയുടെ ആദ്യ മുതൽ തന്നെ എന്താണ്, കമ്പനിയും നവാബും, അതായത് ഇപ്പോൾ അവർ ഡ്യൂട്ടി പേ ചെയ്യാൻ റിഫ്യൂസ് ചെയ്തതുകൊണ്ട് നവാബും കമ്പനിയും തമ്മിലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 18th സെഞ്ച്വറിയുടെ ആദ്യം എന്ത് ചെയ്തു, ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, അതായത് അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം കുറച്ചുകൂടെ തീവ്രമായി. ഓക്കെ, എന്താണ്, ഔറംഗസീബ് എന്ന് പറയുന്ന പവർഫുള്ളായിട്ടുള്ള ആ എംപയർ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന എംപയർ അത്രത്തോളം സ്ട്രോങ് അല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ അത് കോൺഫ്ലിക്റ്റ് അവർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈഡിലേക്കൊരു ചായ്വ് വന്നു. ഓക്കെ, ദെൻ എന്താണ്, ആ ബംഗാൾ നവാബ് അസേർട്ടഡ് ദെയർ പവർ ആൻഡ് ഓട്ടോണമി ആസ് അതർ റീജിയണൽ പവേഴ്സ് were doing at that time. എന്താണ്, ബംഗാൾ നവാബ് എന്ത് ചെയ്തിരുന്നു, ആ സമയത്ത് ഔറംഗസീബ് എന്ന് പറയുന്ന സെൻട്രൽ പവർ അവിടെ ഇല്ലാതായപ്പോൾ ബംഗാൾ നവാബ് എന്ത് ചെയ്തു, റീജിയണൽ പവറുകളായി, നമ്മൾ സമീന്ദാരീസ് എല്ലാം ഓരോ റീജിയൻ്റെയും അതോറിറ്റി സ്വന്തമായി ഏറ്റെടുത്ത പോലെ ബംഗാൾ നവാബ് അദ്ദേഹത്തിൻ്റെ റീജിയണൽ പവർ അദ്ദേഹം ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ ആരായിരുന്നു, മുർഷിദ് കുലി ഖാൻ എന്ന അദ്ദേഹം ആയിരുന്നു ആ സമയത്തെ ബംഗാൾ നവാബ്. അദ്ദേഹം ശേഷം അവിടെ വന്നതായിരുന്നു അലിവർദി ഖാൻ, സിറാജുദ്ദൗള പോലെയുള്ള മറ്റ് നവാബുകൾ. ഓക്കെ, ഔറംഗസീബിൻ്റെ മരണത്തിന് ശേഷം ബംഗാളിലെ റീജിയണൽ പവർ സ്വന്തമായി ഏറ്റെടുത്തത് ആരായിരുന്നു, മുർഷിദ് കുലി ഖാൻ ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് പിൻഗാമികളായിട്ടുള്ള അലിവർദി ഖാനും സിറാജുദ്ദൗളയെല്ലാം ബംഗാളിലെ നവാബുകളായി മാറി. ഓക്കെ, അവരെല്ലാവരും എന്താണ്, ഇപ്പോൾ അലിവർദി ഖാൻ, സിറാജുദ്ദൗള എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സ് തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ പ്രിവിലേജ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡിലെടുക്കുന്ന ഈ ഒരു പ്രിവിലേജിനെ അല്ലെങ്കിൽ ഈ ഒരു കൺസെഷനെ അവർ ശക്തമായി എതിർത്തു. ഓക്കെ, എന്താണ് കാരണം, അതായത് ഡ്യൂട്ടി പേ ചെയ്യാതെ ട്രേഡ് നടത്തുക എന്നുള്ളത് വലിയൊരു ലോസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ അവരെന്ത് ചെയ്തു, അതിനെ എതിർത്തു. ദേ റെഫ്യൂസ്ഡ് ഗ്രാൻഡ് ദ കമ്പനി കൺസെഷൻ, ഡിമാൻഡഡ് എ ലാർജ് ട്രിബ്യൂട്ട്സ് ഫോർ ദ കമ്പനി റൈറ്റ് ടു ട്രേഡ്, ഡിനൈഡ് ഇറ്റ് എനി റൈറ്റ് ടു മിന്റ് കോയിൻസ് ആൻഡ് സ്റ്റോപ്ഡ് ഇറ്റ് ഫ്രം എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് ഫോർട്ടിഫിക്കേഷൻസ്. ഓക്കെ, സോ എന്താണ്, ആ ബംഗാളിൽ അവർക്ക് റവന്യൂ ആയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷ് കമ്പനിക്കാർ അവരതിനെ എതിർത്തു.
ഇറ്റ് വാസ് റെഫ്യൂസിങ് ടു പേ ദ റൈറ്റ് ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ ലെറ്റേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്തു? അതായത് മര്യാദ തരാത്ത രീതിയിൽ അല്ലെങ്കിൽ നവാബിനെ എതിർക്കുന്ന രീതിയിൽ ലെറ്റേഴ്സ് അയക്കുക. അതായത് അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു. നവാബിനെയും മറ്റുള്ള ഒഫീഷ്യൽസിനെയും പ്രൊവോക്ക് ചെയ്യാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള അവർ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ എന്തായത്? കമ്പനി ഓൺ ദ സ്പോട്ട് ഇതിൻ്റെ ഭാഗമായി കമ്പനി എന്ത് ഡിക്ലെയർ ചെയ്തു? ആൻഡ് അൺജസ്റ്റ് ഡിമാൻഡ്സ് ഓൺ ദ ലോക്കൽ ഒഫീഷ്യൽസ് were running the trade of the company and the trade could flourish only if the duties were removed. അല്ലേ, ഈ ഡ്യൂട്ടീസ് അതായത് ആ ഒരു ടാക്സ് പോലെയുള്ളത് ഒഴിവാക്കിയാലേ ട്രേഡിന് പുരോഗതി ഉണ്ടാവൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ എതിർക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ആ റീജിയണൽ ലീഡേഴ്സ് കുറച്ച് ആളുകളെ ബൈ ചെയ്തു, അതായത് ബ്രൈബ് ചെയ്തിട്ട് കൈക്കൂലികളും അവർക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി അവരെ ബൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? പിന്നെ അവരുടെ കോട്ട അവർ വലുതാക്കാൻ തുടങ്ങി. ഓക്കെ, ഇതിനെതിരായിട്ട് ഇതെന്തിലേക്ക് കലാശിച്ചു? ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചു. ഓക്കെ, ആ കോൺഫ്ലിക്റ്റ് എന്തിലേക്ക് വഴിമാറി? ഒരു പ്ലാസി യുദ്ധത്തിന് തന്നെ, ബാറ്റിൽ ഓഫ് പ്ലാസി എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ ഇന്ത്യയിലെ ഒരു അതോറിറ്റിയും തമ്മിലുള്ളൊരു യുദ്ധത്തിലേക്ക് വഴിയൊരുക്കി. ഓക്കെ, 1756 അലിവർദി ഖാൻ മരിക്കുന്നതിന് ശേഷം സിറാജ് ഉദ്ദൗളയായിരുന്നു ബംഗാളിലെ നവാബ്. പക്ഷേ അദ്ദേഹം ഒരു പപ്പറ്റ് റൂളർ ആയിരുന്നില്ല. ഓക്കെ, പപ്പറ്റ് മീൻസ് കളിപ്പാവ. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി പേ ചെയ്യണം തന്നെ പറയുന്നതിലൂടെ ആൻഡ് ഇൻഫുറിയേറ്റഡ് സിറാജ് ഉദ്ദൗള ആസ്ക്ഡ് ദ കമ്പനീസ് ടു സ്റ്റോപ്പ് meddling in the political affairs of his dominion and stop for fortification and pay the revenues. എന്താണ്? അവരുടെ റവന്യൂ എല്ലാം പേ ചെയ്യണം. ഈ ഇത്തരത്തിലുള്ള അനൗപചാരികമായിട്ടുള്ള കാര്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെടരുത് എന്ന് ശക്തമായി ശാസിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു സിറാജ് ഉദ്ദൗള. ഓക്കെ, ആഫ്റ്റർ നെഗോഷിയേഷൻസ് ഫെയിൽഡ് ദ നവാബ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം അവർ അവഗണിക്കുന്നത് കണ്ടപ്പോൾ സിറാജ് ഉദ്ദൗള എന്ത് ചെയ്തു? 330,000 സോൾജേഴ്സിനെ ഇംഗ്ലീഷ് ഫാക്ടറിയിലേക്ക്, കസീം ബസാറിലുള്ള ഇംഗ്ലീഷ് ഫാക്ടറിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണ്? ആ കമ്പനി ഏറ്റെടുക്കാനും അവിടെയുള്ള ഒഫീഷ്യൽസിനെ അറസ്റ്റ് ചെയ്യാനും എന്നിട്ട് ഇംഗ്ലീഷ് മെന്നിനെ ഡിസാം ചെയ്ത ആയുധങ്ങൾ പിടിച്ചെടുക്കാനും അതേപോലെ ഇംഗ്ലീഷ് ഷിപ്പുകൾ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് 30,000 സോൾജിയേഴ്സിനെ അയച്ചു. ദെൻ ഹി മാർച്ച്ഡ് ടു കൽക്കട്ട ടു എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ കമ്പനീസ് ഫോർട്ട്. എന്താണ്? കൽക്കട്ടയിലെ ആ ഒരു കോട്ടയിലെ അധികാരം പിടിച്ചെടുക്കാനും സിറാജ് ഉദ്ദൗളയുടെ ശ്രമിച്ചു. On hearing the news of fall of Calcutta, company officials in Madras sent forces under the command of Robert Clive. എന്താണ്? കൽക്കട്ടയിലുള്ള ആ കോട്ട പിടിച്ചെടുക്കാനുള്ള ഈ നീക്കം മനസ്സിലാക്കിയപ്പോൾ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ മദ്രാസിൽ നിന്നും ഒരു ഫോഴ്സ് വന്നു. Then prolonged negotiations with the Nawab followed. Finally, in 1757 എന്താണ്? ഒരുപാട് ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം 1757 എന്തുണ്ടായി? റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയുടെ ആർമി സിറാജ് ഉദ്ദൗളയ്ക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങി. ഈ യുദ്ധം നടന്ന സ്ഥലമാണ് പ്ലാസി എന്ന് പറയുന്നത്. ഓക്കെ, 1757 റോബർട്ട് ക്ലൈവ് ലെഡ് ദ കമ്പനി ആർമി അഗൈൻസ്റ്റ് Siraj Uddawla at Plassey. On hearing the news of fall of Calcutta, company officials in Madras sent forces under the command of Robert Clive, reinforced by naval fleets. Prolonged negotiations with Nawab followed. Finally, in 1757,
Robert Clive led the company army against Siraj Uddaula at Plassey. ഓക്കെ 1757 റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ പ്ലാസിയിൽ വെച്ചിട്ട് സിറാജ് ഉദ്ദൗളയ്ക്കെതിരെ ഒരു ആർമി അറ്റാക്ക് തന്നെ ഉണ്ടായി. ഓക്കെ, പക്ഷേ ആ ഒരു യുദ്ധത്തിൽ നവാബ് വാസ് ഡിഫീറ്റഡ്. ഓക്കെ, നവാബ് ഡിഫീറ്റായിപ്പോയി. അതിന് കാരണം എന്തായിരുന്നു? ദ മെയിൻ റീസൺ വാസ് ദ ഫോഴ്സ് ലെഡ് ബൈ മിർ ജാഫർ, വൺ ഓഫ് സിറാജ് ഉദ്ദൗളാസ് കമാൻഡേഴ്സ്. സിറാജ് ഉദ്ദൗളയുടെ കമാൻഡറായിരുന്ന മിർ ജാഫറിൻ്റെ നേതൃത്വത്തിലുള്ള ആർമി ആ യുദ്ധത്തിൽ പൊരുതിയില്ല. അവർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. കാരണം എന്തായിരുന്നു? ക്ലൈവ് ഹാഡ് മാനേജ് ടു സെക്യൂർ ഹിസ് സപ്പോർട്ട് by promising to make him നവാബ് ആഫ്റ്റർ ക്രഷിങ് സിറാജ് ഉദ്ദൗള. എന്താണ്? സിറാജ് ഉദ്ദൗളയെ തോൽപ്പിക്കുകയാണെങ്കിൽ ആ ബംഗാളിലെ നവാബായിട്ട് മിർ ജാഫറിനെ വാഴിക്കാമെന്ന് റോബർട്ട് ക്ലൈവ് മിർ ജാഫറിന് വാക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മിർ ജാഫർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആർമിയെ ബാറ്റിൽ നിന്നും പിൻവാങ്ങി. ഓക്കെ, അങ്ങനെ സിറാജ് ഉദ്ദൗള പ്ലാസി യുദ്ധത്തിൽ തോറ്റു. ദിസ് വാസ് ദ ഫസ്റ്റ് മേജർ വിക്ടറി ദ കമ്പനി വോൺ ഇൻ ഇന്ത്യ. ഇതായിരുന്നു ആദ്യത്തെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യയിൽ നേടുന്ന വിജയം. ഓക്കെ, ഈ യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗള വാസ് ഡിഫീറ്റഡ് ആൻഡ് ഹി വാസ് അസാസിനേറ്റഡ്. And after that, Mir Jafar made the Nawab. ഓക്കെ, റോബർട്ട് ക്ലൈവ് പ്രോമിസ് ചെയ്തിരുന്ന പോലെ തന്നെ സിറാജ് ഉദ്ദൗളയെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മിർ ജാഫറിനെ അവിടുത്തെ നവാബായിട്ട് അനൗൺസ് ചെയ്തു. പക്ഷെ അപ്പോഴും കമ്പനി വാസ് നോട്ട് വില്ലിംഗ് ടു ടേക്ക് ഓവർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? ഭരണകാര്യങ്ങളിൽ അവർ ഒരു ചുമതല ഏറ്റെടുക്കാൻ അപ്പോഴും കമ്പനി റെഡി ആയിരുന്നില്ല. കാരണം എന്തായിരുന്നു? ഇറ്റ്സ് പ്രൈം ഒബ്ജക്റ്റീവ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്. ആ കമ്പനിയുടെ ലക്ഷ്യം എന്തായിരുന്നു? എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആയിരുന്നു. If this could be done without conquest, though the help of local rulers who were willing to grant privileges, then the territories need not be taken over directly. എന്താണ്? അതായത് ലോക്കൽ ലീഡേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ അവർക്ക് അവിടെ ട്രേഡ് നിലനിർത്തണമെന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? അവർ ട്രേഡിന് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ആ രാജ്യത്തെ രാജാക്കന്മാരെല്ലാം അവരുടെ ഒരു സ്വാധീന വലയത്തിനകത്താവുമ്പോൾ അവർക്കവിടെ കുറേ കൂടെ പ്രിവിലേജസ് കിട്ടുമെന്ന് അവർ മനസ്സിലാക്കി. Soon the company discovered that this was rather difficult, for even the puppet Nawabs were not always as helpful as the company wanted them to be. എന്താണ്? അവരുടെ സ്വാധീന വലയത്തിലുള്ള നവാബുകൾ, അതാണ് ഈ പപ്പറ്റ് നവാബ്സ് എന്ന് പറയുന്നത്, കളിപ്പാവകളായിട്ടുള്ള നവാബുകൾ. ഓക്കെ, അവരും ഈ കമ്പനി പറയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? അതോറിറ്റിയിൽ, അതായത് അവർക്ക് അധികാരമില്ലാതെ ട്രേഡിന് മാത്രമായി നിലനിൽക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് അവർക്കപ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ ഓൾ ദേ ഹാഡ് ടു മെയിൻറ്റെയിൻ എ ബേസിക് അപ്പിയറൻസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് സോവർണിറ്റി ഇഫ് ദേ വാണ്ട് റെസ്പെക്ട് ഫ്രം ദെയർ സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ അവർ കമ്പനി എന്ത് ചെയ്തു? വെൻ മിർ ജാഫർ പ്രൊട്ടസ്റ്റഡ്, ദ കമ്പനി ഡെപ്പോസ്ഡ് ഹിം ആൻഡ് ഇൻസ്റ്റാൾഡ് മിർ കാസിം ഇൻ ഹിസ് പ്ലേസ്. എന്താണ്? മിർ ജാഫർ കമ്പനിക്കെതിരെ സ്വരമുയർത്താൻ തുടങ്ങിയപ്പോൾ കമ്പനി മിർ ജാഫറിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയും അതിന് പകരമായി മിർ കാസിമിനെ നവാബായി ചുമതല നൽകുകയും ചെയ്തു. ഓക്കെ, വെൻ മിർ കാസിം കംപ്ലൈൻഡ്, ഹീസ് ടേൺ വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഫൗട്ട് അറ്റ് ബോക്സർ. എന്താണ്? 1764. ഓക്കെ, ബോക്സർ യുദ്ധത്തിലൂടെ മിർ കാസിം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തായി? അദ്ദേഹത്തിനെ ബോക്സർ യുദ്ധത്തിലൂടെ 1764 ബോക്സർ യുദ്ധത്തിലൂടെ അദ്ദേഹത്തെയും ബംഗാളിൽ നിന്നും ഡ്രൈവൺ ഔട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് മിർ ജാഫർ വാസ് റീഇൻസ്റ്റാൾഡ്. ആൻഡ് മിർ ജാഫറിനെ പിന്നെയും
അധികാരത്തിലേക്ക് ആരോഹണം ചെയ്തു. ദ നവാബ് വാസ് പെയ്ഡ് ₹5 lakh every month, but the company want more money to finance its wars. എന്താണ് മീർ ജാഫറിന് തിരിച്ച് സ്ഥാനം നൽകിയെങ്കിലും അദ്ദേഹം മന്ത്ലി ₹5 lakh പേ ചെയ്യുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായി. എന്താണ്, യുദ്ധത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും കമ്പനിക്ക് പൈസ ആവശ്യമായിട്ട് വന്നു. Okay, it wanted more territories and more revenue. By the time Mir Jafar died in 1765, the mood of the company had changed. എന്താണ്, അപ്പം കൂടുതൽ ടെറിട്ടറികളിൽ നിന്നും റവന്യൂ പിടിച്ചെടുക്കാനുള്ളൊരു രീതിയിലേക്ക് മാറി. പക്ഷേ 1765 1765 മിർ ജാഫറിൻ്റെ മരണത്തോടുകൂടി കമ്പനിയുടെ മൂഡ്, അതായത് അവരുടെ ആ ഒരു നിലപാടിൽ മാറ്റമുണ്ടായി. ഓക്കെ, ഹാവിങ് ഫെയിൽഡ് ടു വർക്ക് വിത്ത് പപ്പറ്റ് നവാബ് ക്ലൈവ്, വി മസ്റ്റ് ഇൻഡീഡ് ബിക്കം നവാസ് അവർ സെൽഫ്സ്. എന്താണ്, റോബർട്ട് ക്ലൈവ് എന്ത് അനൗൺസ് ചെയ്തു? ഈ കളിപ്പാവകളായിട്ടുള്ള നവാബുകളെല്ലാം ഒഴിവാക്കിയിട്ട് സ്വന്തമായി അവർ തന്നെ നവാബുകളായി മാറാം എന്ന് അനൗൺസ് ചെയ്തു. ഫൈനലി ഇൻ 1765 Mughal Empire appointed the company as the Diwan of the provincials of Bengal. എന്താണ്, മുഗൾ എംപറർ 1765 ബംഗാൾ പ്രൊവിഷ്യൻസിലെ ദിവാനായിട്ട് കമ്പനിയെ അപ്പോയിൻറ്റ് ചെയ്തു. The Diwani allowed the company to use the vast revenue resources of Bengal. എന്താണ്, ബംഗാളിലെ ഒരു നല്ലൊരു തുക റവന്യൂവും ആ ദിവാനിന് പിരിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ദിസ് സോൾവ്ഡ് എ മേജർ പ്രോബ്ലം ദാറ്റ് ദ കമ്പനി ഹാഡ് ഏർലിയർ ഫേസ്ഡ്. എന്താണ്, ഇത് ആ കമ്പനി നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ, കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, വാറിനും മറ്റുള്ള ട്രേഡ് ആവശ്യങ്ങൾക്കുമായി അവർക്ക് നല്ലൊരു എമൗണ്ട് ആവശ്യമായിരുന്നു. ആ ഒരു പ്രശ്നം അവർ സോൾവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്തു. ഫ്രം ദ ഏർലി 18th century ഇറ്റ്സ് ട്രേഡ് വിത്ത് ഇന്ത്യ ഹാഡ് എക്സ്പാൻഡഡ്. അപ്പോൾ എന്തായി, ഏർലി 18th century ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ട്രേഡ് അവർ നല്ല പോലെ എക്സ്പാൻഡ് ചെയ്തിരുന്നു. ബട്ട് ഇറ്റ് ഹാഡ് ടു ബൈ മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ഇൻ ഇന്ത്യ വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ. പക്ഷേ എന്താണ്, ഇന്ത്യയിലുള്ള കാര്യങ്ങൾ അവർ വാങ്ങണമെങ്കിൽ അവർ ഗോൾഡും സിൽവറും, ബ്രിട്ടനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡും സിൽവറും ഉപയോഗിക്കണമായിരുന്നു. ഓക്കെ, ദിസ് വാസ് ബിക്കോസ് അറ്റ് ദിസ് ടൈം ബ്രിട്ടൻ ഹാഡ് നോ ഗുഡ് ടു സെൽ ഇൻ ഇന്ത്യ. പക്ഷേ എന്താണ്, ഇന്ത്യയിലെ പൈസ അവർക്ക് നേടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അവർക്ക് വിൽക്കാൻ വേണ്ടി സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദ ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ് ഫ്രം ബ്രിട്ടൻ സ്ലോവ്ഡ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് എൻറ്റയർലി സ്റ്റോപ്ഡ് ആഫ്റ്റർ ദ അസംപ്ഷൻ ഓഫ് ദിവാനി. എന്താണ്, അപ്പോൾ ഈ ഗോൾഡിൻ്റെ, ബ്രിട്ടനിൽ നിന്നുള്ള ഗോൾഡ് ഇന്ത്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതായത് അവർക്ക് ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ബ്രിട്ടനിൽ നിന്നുള്ള ഗോൾഡും സിൽവറും പേ ചെയ്യണമായിരുന്നു. അപ്പോൾ പ്ലാസി യുദ്ധത്തിന് ശേഷം ആ ഒരു പേ ചെയ്യുന്നത് കുറഞ്ഞു. ദിവാനിയായിട്ട്, അതായത് ബംഗാൾ നവാബായിട്ട് കമ്പനിയെ അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം എന്തായി, ഈ ഒരു ഒഴുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, നൗ റവന്യൂസ് ഫ്രം ഇന്ത്യ കുഡ് ഫിനാൻസ് കമ്പനി എക്സ്പെൻസസ്. എന്താണ്, ഇന്ത്യയിൽ നിന്നുള്ള റവന്യൂ കമ്പനി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകണം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറി. These revenue could be used to purchase cotton and silk textiles in India. ഈ റവന്യൂകൾ, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന റവന്യൂകൾ തന്നെ ഇന്ത്യയിലെ സിൽക്കും കോട്ടണും പർച്ചേസ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചു. പിന്നെ എന്തിനാണ് ഉപയോഗിച്ചത്? ആൻഡ് മെയിൻറ്റെയിൻ കമ്പനി ട്രൂപ്സ് ആൻഡ് മീറ്റ് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ദ കമ്പനി ഫോർട്ട് ആൻഡ് ഒഫീഷ്യൽസ് അറ്റ് കൽക്കത്ത. ഓക്കെ, അവരുടെ ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന റവന്യൂ ഇന്ത്യയിലെ തന്നെ മാർക്കറ്റുകളിലെ ആവശ്യങ്ങൾക്കും കമ്പനിയുടെ ബിൽഡിങ്സ് മെയിൻ്റെനൻസിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് അവർ ഉപയോഗിച്ച് തുടങ്ങി. ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി, അതായത് പ്ലാസി യുദ്ധത്തിന് ശേഷം, ദ ആക്ച്വൽ നവാബ് ഓഫ് ബംഗാൾ വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് ലാൻഡ് ആൻഡ് വാസ് സംസ് ഓഫ് മണി ആസ് പേഴ്സണൽ ഗിഫ്റ്റ് ടു കമ്പനി ഒഫീഷ്യൽസ്. പേഴ്സണൽ ഗിഫ്റ്റ് എന്ന പേരിൽ പേ ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു. ഓക്കെ, അപ്പോൾ അതിലൂടെ തന്നെ റോബർട്ട് ക്ലൈവ് ഒരുപാട് പൈസ ഏൺ ചെയ്തു. ഓക്കെ, അദ്ദേഹം 1743
ഇംഗ്ലണ്ടിൽ നിന്നും മദ്രാസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അദ്ദേഹം 1767 ഇന്ത്യയിൽ നിന്നും പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ലാർജ് എമൗണ്ടിൻ്റെ ഏർണിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, 1764 ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ഓഫ് ബംഗാൾ. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ കറപ്ഷൻ കാരണം കമ്പനി അദ്ദേഹത്തെ ക്രോസ് എക്സാമിൻ ചെയ്യുകയും അദ്ദേഹം ലാസ്റ്റ് ഇൻ 1772 അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാസ്റ്റ് വെൽത്തിൽ സംശയം തോന്നുകയും ചെയ്തു. അദ്ദേഹത്തെ ക്രോസ് എക്സാമിൻ ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? 1774 ഹി ഹാഡ് കമ്മിറ്റഡ് സൂയിസൈഡ്. പക്ഷേ എല്ലാ ഒഫീഷ്യൽസും ക്ലൈവിനെ പോലെ കറപ്റ്റഡ് ആണെന്നോ പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നോ പറയുന്നില്ല. എന്താണ്, അതിൽ ഒരുപാട് നവാബുകൾ ഇന്ത്യയിൽ വന്ന ശേഷം അസുഖങ്ങൾ ബാധിച്ചും യുദ്ധത്തിലൂടെയും മരിച്ചു. മെനി ഓഫ് ദം ഡൈഡ് ആൻ ഏർലി ഡെത്ത് ഇൻ ഇന്ത്യ ഡ്യൂ ടു ഡിസീസ് ആൻഡ് വാർ and would not be right to regard all of them as corrupt and dishonest. Many of them came from humble backgrounds and their uppermost desire was earn enough in India, return to Britain and led a comfortable life. എന്താണ്, ഇന്ത്യയിൽ നിന്നും സമ്പാദിക്കുന്ന പൈസ ഉപയോഗിച്ച് അവരുടെ നാട്ടിൽ പോയി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് സെറ്റിൽ ചെയ്യണം. അതായിരുന്നു പലരുടെയും ഉദ്ദേശം. Those who managed to return with wealth led flashy lives and flaunted their richness. They were called Naboobs. ഈ നവാബ് എന്നുള്ള വേർഡിൻ്റെ ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു അഗ്ലിയസ്റ്റ് വേർഷൻ ആയിരുന്നു നബൂബ്സ് എന്നുള്ളത്. അതായത് പൈസ സമ്പാദിച്ച് അവരുടെ രാജ്യത്തിൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നവാബായി മാറിയ ചിലർ, അവരെ പറയുന്നതാണ് ഈ നബൂബ്സ് എന്നുള്ള വേർഡ്. ഓക്കെ, and they often seen as upstarts and social climbers in British society and were ridiculed or made fun of plays and cartoons. Okay, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്.